പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി ബ്ലെസ്സി അണിയിച്ചൊരുക്കി ആടുജീവിതം എന്ന സിനിമയുടെ ആദ്യ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പറയാൻ പോകുന്ന ഈ അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളും റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി ബ്ലെസ്സി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ആദ്യം തന്നെ ചിത്രത്തിന് ഹെവി ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയുള്ള അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം 6 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നിട്ട് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 3,30,00,000 രൂപ കളക്ട് ചെയ്തപ്പോൾ ചിത്രത്തിന്റെ ആദ്യ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇതിനോടൊപ്പം തന്നെ ട്രാക്കിംഗ് കളക്ഷൻ വഴി അറിയാൻ സാധിച്ച 6,60,00,000 രൂപ ആണെന്നാണ്. അതൊരു 7 കോടി രൂപയ്ക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചിത്രത്തിന് ഒരുപാട് നൈറ്റ് ഷോസ് എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം 7 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 15 മുതൽ 20 കോടി രൂപ വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിട്ട് മാറി ആടുജീവിതം എന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന് ഹെവി എക്സ്ട്രാ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും ചിത്രത്തിന് ഗുണകരമാവും. എന്തൊക്കെയാണ് ചിത്രം ഇനിയുള്ള ദുഃഖവള്ളി നാളെ കളക്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. കാരണം ദുഃഖവള്ളി ആയതുകൊണ്ട് പകുതിയിലധികം തിയേറ്ററുകളും അടവായിരിക്കും. മെയിൻ സെന്ററുകളിലും അല്ലെങ്കിൽ മാളുകൾ അടക്കമുള്ളിടത്ത് മാത്രമേ തിയേറ്ററുകളൊക്കെ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മാത്രം നാളത്തെ കളക്ഷൻ എത്രത്തോളം ആവുമെന്ന് കണ്ടു തന്നെയാണ്. എന്നാൽ പോലും ശനിയാഴ്ച ഞായറാഴ്ച ഹെവി ബുക്കിംഗ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോലും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും. ചിത്രം ഒരു ചുരുങ്ങിയ 5-8 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ ഇടം നേടാൻ സാധ്യതയുണ്ട്. കാരണം വെക്കേഷൻ ടൈം കൂടി ആയതുകൊണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.